ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് എന്താണ് ഡൈവേഴ്സിഫിക്കേഷൻ എന്നുള്ളതാണ്. ഡൈവേഴ്സിഫിക്കേഷനിൽ തന്നെ പറയുന്നുണ്ട് ഡൈവേഴ്സിഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒരു ഇൻസ്ട്രുമെൻറ്റ്സിൽ തന്നെ ഇടാതെ പല ഇൻസ്ട്രുമെൻറ്റ്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഡൈവേഴ്സിഫിക്കേഷൻ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത മണി പ്രൊട്ടക്റ്റ് ചെയ്യാനും കൂടിയാണ് നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഡൈവേഴ്സിഫിക്കേഷൻ നമ്മൾ ചെയ്തു കഴിഞ്ഞാലുള്ള അഡ്വാൻറ്റേജ് നോക്കാം. നമ്മുടെ ക്യാഷ് കുറച്ച് എമൗണ്ടായിട്ട് സ്റ്റോക്സിലും ബോണ്ടുകളിലും റിയൽ എസ്റ്റേറ്റ് സ്റ്റോക്കുകളിലും ഗോൾഡുകളിലും ക്യാഷുമായിട്ട് നമ്മൾ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസ്ക് എപ്പോഴും കുറവായിരിക്കും. കാരണം ഇപ്പം സ്റ്റോക്ക് നേരെ ചൊവ്വ പെർഫോം ചെയ്യുന്നില്ല, അന്നേരം എന്ത് ചെയ്യും? പെർഫോം ചെയ്യും. ബോണ്ട് ഒരു സ്റ്റേബിൾ ഇൻസ്ട്രുമെൻറ്റാണ്, നമുക്കൊരു റിട്ടേൺ സ്റ്റേബിളായിട്ട് കിട്ടിക്കൊണ്ടേയിരിക്കും. റിയൽ എസ്റ്റേറ്റ് ഒരു റെൻ്റൽ ഇൻകമാണ്, നമുക്ക് റെൻറ്റ് കൃത്യമായിട്ട് കിട്ടിക്കൊണ്ടേയിരിക്കും. മാർക്കറ്റിൽ അൺസർട്ടനിറ്റി ഉണ്ടാകാനാണ് സ്റ്റോക്ക് ഡൗൺ സൈഡ് ആയെങ്കിൽ ഗോൾഡിൻ്റെ വില ഉയരും, നമുക്ക് അങ്ങനെ റിട്ടേൺ കിട്ടും. അതല്ല റിയൽ എസ്റ്റേറ്റ്സിലാണ് നമ്മൾ കൂടുതലായിട്ട് നഷ്ടം വരുന്നത് എങ്കിൽ ബാക്കിയുള്ള സ്റ്റോക്കുകൾ നല്ല രീതിയിൽ പെർഫോം ചെയ്താലോ ബോണ്ടുകൾ നല്ല രീതിയിൽ പെർഫോം ചെയ്താലോ നമുക്ക് അതിനനുസരിച്ചുള്ള റിട്ടേൺ കിട്ടും. ഓക്കെ, ഡൈവേഴ്സിഫൈ ചെയ്യാനുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ലോ റിസ്ക് ആയിരിക്കും ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യുന്നത് നമുക്ക് കിട്ടുന്നത്. ഇഫ് ദ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഫാൾ അതേഴ്സ് ക്യാൻ ഹെൽപ്പ് ടു ബാലൻസ് ലോസ്. ഇതിൽ ഒരു ഇൻസ്ട്രുമെൻറ്റ് നല്ല രീതിയിൽ പെർഫോം ചെയ്തില്ല എങ്കിൽ ബാക്കിയുള്ള ഇൻസ്ട്രുമെൻറ്റ്സുകൾ പെർഫോം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടം കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും ഡൈവേഴ്സിഫിക്കേഷൻ. ലോ റിസ്ക്കും ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. നമ്മളിപ്പം ഇതേപോലെ ഡൈവേഴ്സിഫൈ ചെയ്തില്ല എങ്കിലോ നമ്മളൊരു ബോക്സിൽ എല്ലാ എക്സുകളും കീപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുക. എപ്പോഴും നമ്മൾ 2-3 ബോക്സുകളിൽ ആ എക്സ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബോക്സിലെ എക്സ് പൊട്ടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും ബാക്കിയുള്ള എക്സ് നമുക്കുണ്ട്. അതിന് പകരം നമ്മൾ എല്ലാ എക്സും കൂടി ഒരു ബാസ്ക്കറ്റിൽ ഇട്ട് കഴിഞ്ഞാലോ എന്ന അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക്. ഒരെണ്ണം വീണ് കഴിഞ്ഞാൽ തന്നെ മുഴുവൻ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ തകരും. അതാണ് ഇതിൽ ഉദാഹരണമായിട്ട് എടുത്തത്. ഇഫ് ദി ഇൻവെസ്റ്റ്മെൻറ്റ് ലൂസസ് ദ വാല്യൂ യു ലോസ് എ ലോട്ട്. എപ്പോഴും ഹയർ റിസ്ക് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഡൈവേഴ്സിഫൈ ചെയ്യാതെ നമ്മൾ ലാർജ് എമൗണ്ട് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്താൽ. എപ്പോഴും നമ്മൾ മാർക്കറ്റിൽ ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ.